വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൂഡാണ്. എൻ്റെ പിള്ളേരും നാത്തൂൻ്റെ പിള്ളേരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നത് ആ ഊഞ്ഞാലാട്ടവും കുട്ടിപ്പര ഉണ്ടാക്കലും ഒക്കെ ആയിട്ടൊരു ലഹളയാണ്. അതിൻ്റെ ഇടയിൽ കുളിക്കാൻ പറഞ്ഞ് തലുണ്ടാക്കിയപ്പോൾ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഇവർ ആദ്യം ഇങ്ങനെ നിന്നിട്ട് പറമ്പിൽ നിന്നിട്ട് മോട്ടർ അടിച്ചിട്ട് കുളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിമുറി പോയിട്ട് സോപ്പൊക്കെ തേച്ചിട്ട് കുളിക്കും. അത് ഇവിടുത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അച്ഛത വെള്ളം കഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് 28 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ വെള്ളമാണ് കേട്ടോ ഇത്. നമ്മൾ കുന്നിൻ്റെ മേലെയാണ് വീടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ഷോർട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തൊന്ന് കുഴിച്ച് നോക്കിയപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കിട്ടിയിട്ട് ഒരു 3-4 കൊല്ലമായിട്ട് അതുവരെ നമ്മൾ ജലനിധിയുടെ വെള്ളമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛൻ തേങ്ങ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളനീര് പിള്ളേർക്കും ഞങ്ങൾ വലിയവർക്കും ഉള്ളത് എണ്ണി അച്ഛൻ മാറ്റി വയ്ക്കും. അപ്പോൾ അത് ഓരോരുത്തരുടേതായിട്ട് അച്ഛൻ വെട്ടി തന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കില്ലേ. പിള്ളേരിങ്ങനെ ഇളനീരും കൊണ്ട് ഉമ്മർത്ത് വന്നിരുന്ന് തിന്നുന്നുണ്ട്. പിന്നെ നമ്മളെ മാവ് നിറച്ചും മാങ്ങയാണ് ഇക്കൊല്ലം. അതും കണ്ടമാനം തിന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തുള്ള ഓമക്കായമലും പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുഴുവനായിട്ട് പഴുത്തിട്ടില്ല, ഒരു ക്രിസ്പി കറുമുറു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഴേൻ്റെ ഇല ഇട്ടെടുക്കുക. കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ വാഴേൻ്റെ ഇല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്നത് ലാഭിക്കാം. അത് മാത്രമല്ല ഇവിടെ വരുമ്പോൾ മിക്കവാറും വാഴേൻ്റെ ഇലയിൽ തന്നെയാണ് ഞങ്ങൾ തിന്നൽ. അപ്പോൾ ഇതാ മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ മുരിങ്ങേൻ്റെ ഇല കറി ഉണ്ട്, പുളിയിഞ്ചി ഉണ്ട്. ഇത്രയും ഐറ്റമൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ അച്ഛൻ്റെ കൂടെ മിഠായിയൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.